ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ കായ്പോള ഉണ്ടാക്കുമ്പോൾ എങ്ങനെ നമുക്ക് കായ്പോള കുറച്ചും കൂടിയും സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളപ്പോൾ കായ്പോള ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കായ്പോള കൂടുതൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്കപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും നല്ലപോലെ പഴുത്ത പഴം തന്നെ എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് ഈ പഴം ഇനി ചെറുതായിട്ടൊന്ന് മുറിക്കണം. അപ്പോൾ പഴം ഇതേപോലെ നമ്മൾ ആദ്യം രണ്ടാക്കിയിട്ട് നെടുകെ കീറിയിട്ട് വീണ്ടും ഒന്നും കൂടി കീറിയതിന് ശേഷം, അതായത് ഇതേപോലെ 4 സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ 4ആക്കി മുറിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പഴം വാട്ടുമ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലല്ലേ മുറിക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ മുറിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് നമ്മൾ ഇതേപോലെ 4 പീസാക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പഴമൊക്കെ ഇപ്പോൾ ഇവിടെ മുറിച്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ സ്റ്റവിൽ വെക്കുക. ഇതിൽ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഴം വാട്ടിയെടുക്കുന്നതിനേക്കാളും മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കായ്പോളയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനിപ്പോൾ വേറൊരു പാൻ വെക്കണ്ട, നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഴം വാട്ടിയെടുത്താൽ മതി. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം അണ്ടിപ്പരിപ്പും മുന്തിരി ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം 2 പഴമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് അളവിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വേണ്ട, നമുക്ക് കുറഞ്ഞ അളവിൽ മതി. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ മുന്തിരി ഇട്ട് കൊടുക്കരുത്, അപ്പോൾ മുന്തിരി വേഗം കരിഞ്ഞു പോകും. മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ കോരി മാറ്റിയെടുക്കാം. മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അധികം ടൈം ഇടണ്ട. മുന്തിരി ശരിക്കും ഫ്രൈ ആവാനായിട്ട് ഈ പാനിൻ്റെ ചൂട് മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഇത് കോരി മാറ്റി ഇടുന്നത്, ഞാനിപ്പോൾ ഇവിടെ കായ്പോള സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കായ്പോള സെറ്റായി വരുന്ന സമയത്ത് ഏറ്റവും മേലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ അടിയിലൊന്ന് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിവിടെ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത ആ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പഴം ഒന്ന് വാട്ടിക്കൊടുക്കുകയാണ്. നല്ലപോലെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഇത് വേഗം തന്നെ വാടി കിട്ടും. നമ്മൾ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. പിന്നെ ഈ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ ചേർക്കാം. പക്ഷേ നെയ്യിൽ ഇങ്ങനെ വാട്ടിയിരിക്കുന്ന ടേസ്റ്റൊന്നും വെളിച്ചെണ്ണയിലും മറ്റേത് ഓയിലിൽ ചെയ്താലും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴം നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു പഴത്തിന് 2 മുട്ട എന്നുള്ളൊരു കണക്കിലെടുക്കുക. പിന്നെ ഞാൻ എക്സ്ട്രാ 1 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഴം ഇപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് 2 മുട്ട മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ എടുക്കുകയാണെങ്കിലും ഒരു പഴത്തിന് 2 മുട്ട എന്നുള്ള കണക്കിൽ കഴിഞ്ഞിട്ട് 1 മുട്ടയും കൂടി എക്സ്ട്രാ എടുക്കുക, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഈ മുട്ട നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് എല്ലാ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ ആവശ്യം കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ സാധാരണ കായ്പോള ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാറില്ല, പാൽപ്പൊടി അല്ലെങ്കിൽ ഒരു ഇത്തിരി പാലാണ് ചേർക്കാറ്. അതിന് പകരം നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്ക് 400 ഗ്രാമിൻ്റെ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്, സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വേറെ പഞ്ചസാര ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മൾ 25 ഗ്രാം ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബട്ടറും സാധാരണ നമ്മൾ ഇതേപോലെ കായ്പോള ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി നിങ്ങൾ ഇനി കായ്പോള ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് ബട്ടറും അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യം കുറച്ച് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഇത് പഴം വാട്ടിയിലേക്ക് ഇതൊന്ന് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ.
ഒന്ന് മിക്സാക്കിയതിന് ശേഷം വേണം നമ്മൾ കായ്പോള സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ ഈ മിക്സ് ഒഴിച്ചെടുത്തു. നമുക്ക് കട്ടിയുള്ള ഒരു തട്ട അല്ലെങ്കിൽ ഒരു ചട്ടി അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ദോശ പാനാണ് എടുത്തിട്ടുള്ളത്. അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള ഈ പാത്രം നമുക്ക് വെച്ചുകൊടുക്കാം. ഇനി ഈ പാന് നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ മേൽഭാഗമൊക്കെ നല്ല പോലെ വറ്റി നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ അടി ഒട്ടും കളർ ചേഞ്ച് വരില്ല. അപ്പോൾ നമുക്ക് നല്ല കളറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റും കൂടിയും വെക്കാം. അപ്പോൾ മറിച്ചിടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. മറിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് മാത്രം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കായ്പോള റെഡിയാക്കുന്ന സമയത്ത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അതേപോലെ തന്നെ ബട്ടറും മിൽക്ക് മെയ്ഡും കൂടി ചേർത്താൽ കൂടുതൽ സോഫ്റ്റും ടേസ്റ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും